കണ്ണെത്തുന്നിടത്ത് കൈയും, കൈയെത്തുന്നിടത്ത് മനസ്സും, മനസ്സെത്തുന്നിടത്ത് ഭാവവും, ഭാവത്തുന്നിടത്ത് രസവും ഉണ്ടാവണം. അതാണ് അഭിനയം. ഇത് ഞാൻ പൊളിക്കും. എന്ത് രതിവകൃതമാണ് ഈ കാണിക്കുന്നത്? എന്തിനാ കുട്ടി ഇങ്ങനെയൊക്കെ നടന്ന് ജീവിതം പാഴാക്കണ്? സോറി, ഒരു ഗ്യാപ്പ് കണ്ടപ്പോ ഗോൾഡിക്കാൻ നോക്കിയതാ. നീ ഇതോടെ പോവോ? എനിക്കിന്ന് ഷൂട്ടുണ്ട്. എന്ത് ഷൂട്ട്? ഞാൻ അറിഞ്ഞില്ലല്ലോ. ഇന്നലെ ഞാൻ നിന്നോട് പറഞ്ഞതാണ്. കോർഡിനേറ്ററുടെ വിളി വന്നാണ്. ഏത് കോർഡിനേറ്റർ? അതെന്തിനാ നീ അറിയണേ? നിനക്കെല്ലാ കോർഡിനേറ്റർമാരെ അറിയോ? എങ്കിലും കോർഡിനേറ്റർമാർക്ക് പേരിലടി. നീ ആള് കൊള്ളാമല്ലോ. സാറ് പുറത്ത് പറയില്ലെങ്കിൽ ഞാനൊരു രഹസ്യം പറയട്ടെ. എനിക്ക് പൊക്കം ഇച്ചിരി കുറവാണെങ്കിലും ഞാൻ ആളൊരു ജീനിയസാ. അതെന്തിനാ നീ അറിയണേ? നീ ഷൂട്ടിനാന്ന് പറഞ്ഞു പോകുമ്പോ ഞാൻ വല്ലതും ചോദിക്കാൻ വരാറുണ്ട്. കിടന്ന് ചൂടാവില്ല നാരായണി. എനിക്ക് എന്നെ നല്ല വിശ്വാസമാ, പക്ഷെ എനിക്ക് ഒട്ടും തന്നെ വിശ്വാസമില്ല. ബുദ്ധിയുണ്ട്, പക്ഷെ അത് ഉപയോഗിക്കണില്ല. നിനക്ക് എവിടെയും പോകാൻ എന്തും ചെയ്യാ, എനിക്ക് എന്താ ചെയ്തൂടെ? നീ പിന്നെ കന്യകയാണല്ലോ. സത്യം പറയാലേ, എനിക്ക് നിന്നെ ഒട്ടും വിശ്വാസമില്ല. ഇങ്ങനെ വേണം അഭിനയിക്കാൻ. അവന് ബുദ്ധിയുണ്ട്. അങ്ങനെയൊന്നുമില്ല. പിന്നെ ഈ മിടുക്കൊക്കെ എനിക്ക് ജന്മനാ കിട്ടിയെന്ന ആൾക്കാര് പറയണേ. നീ ഈ ഷൂട്ടിന്റെ പേരും പറഞ്ഞ എവിടെ പോകുന്ന എനിക്കറിയാടി. മനസ്സിലാക്കി കളഞ്ഞല്ല. എനിക്കറിയാടി നിനക്ക് വരെ കിട്ടിയെന്ന്. അതുകൊണ്ടല്ലേ നീ ഓരോ കാരണങ്ങൾ പറഞ്ഞ് എന്നെ ഒഴിവാക്കാൻ നോക്കണത്. പക്ഷെ ഡയലോഗ് ഡെലിവറി പോരാ, ഭാഷാശുദ്ധി ഇല്ല, വാക്കുകൾക്ക് സ്പഷ്ടത പോരാ. ഇതൊക്കെ നമ്മുടെ കൈ കിട്ടണമായിരുന്നു. അടിച്ച് കാലക്ക് കൈ കൊടുത്തേനെ ഇല്ലടാ. ഒലത്തും നീയൊക്കെ അപ്പക്കാണെന്ന ഒരപ്പാന്ന് വിളിക്കുന്ന സ്വഭാവക്കാരാ നീയൊക്കെ. എന്റെ ഗതികേടിനാ നീ തലയിലായത്. അത് ഓർക്കുമ്പോ എനിക്ക് ഭ്രാന്ത് പിടിക്കുക. ഞാൻ കോമഡി ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടി തന്നെയാ കട്ട ബാസിൽ സംസാരിക്കുന്നത്. നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ കോമഡി. എന്റെ കൂട്ടുകാരൻ നിന്നെ പലയിടത്ത് വെച്ച് കണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചിട്ടില്ല. പക്ഷെ എനിക്കിപ്പ എല്ലാം മനസ്സിലായടി. ഇനി നീ എങ്ങാനും ഇത് ഞാൻ സമ്മതിക്കാടി. അത് നീയല്ല തീരുമാനിക്കേണ്ടത്, നാശം പിടിക്കാനായിട്ട്. പോലെ ഭയങ്കരമായ ആള്. അപ്പൊ മൂലം തിരുന്നാൾ വലിയ ക്യാമറാണില്ലേ എന്ന് ഞാൻ തന്നെ എങ്ങനെ പറയാ? ആത്മപ്രശംസ എനിക്കിഷ്ടമല്ല. നിറകുടം തുളുമ്പും എന്നല്ലേ പ്രമാണം. നീ എന്താടി ഇത്ര താമസിച്ചേ? എന്നും വിടണ്ടേ? എന്നും വിട്ടില്ല. ആ പെട്രോളിൽ നിന്നെ വിട്ടില്ല അല്ലേ? നീ ഇപ്പൊ എന്താ പറഞ്ഞേ? ആ പെട്രോളിൽ നിന്നെ വിട്ടില്ല അല്ലേ? ആ പെട്രോളിൽ നിന്നെ വിട്ടില്ല അല്ലേ? മതി മതി.